ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. കൊച്ചി തൃക്കാക്കരയിൽ ലഹരിക്കെതിരായ ബോധവൽക്കരണ പരിപാടി തടസ്സപ്പെടുത്താൻ യുവാവിന്റെ ശ്രമം. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CN മോഹനൻ സംസാരിക്കുന്നതിനിടെ ചോദ്യങ്ങളുമായി യുവാവ് ആംസ്റ്റർഡാമിൽ ലഹരി നിയമവിധേയമാക്കിയെന്നും ഫിഡൽ കാസ്ട്രോ കഞ്ചാവ് വലിച്ചിട്ടുണ്ടെന്നും യുവാവ് പറയുന്നു. കഞ്ചാവും പറയുന്ന LSD ഈ പറയുന്ന സാധനങ്ങളൊക്കെ ലീഗലാണ്. അതിന്റെ പേരിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിട്ട് സാർ അറിഞ്ഞിട്ടുണ്ടോ? ലീഗലായതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ച സാർ അറിഞ്ഞിട്ടുണ്ടോ? പറഞ്ഞോ. ഒരു 4 എക്സാമ്പിൾ എനിക്ക് പറഞ്ഞുതരാമോ? ആളുകൾ കള്ളുപിടിക്കുന്ന ആൾക്കാരുടെ പേരും കഞ്ചാവ് പിടിക്കുന്ന ആൾക്കാരുടെ പേരൊന്നും പറയാൻ ചോദിച്ചില്ല. പക്ഷേ അവിടുത്തെ ഗവൺമെന്റ് തയ്യാറാക്കി കഞ്ചാവ് പണ്ട് ഇന്ത്യയിൽ ലീഗലായി. അല്ല, പണ്ട് കഞ്ചാവ് ഇന്ത്യയിൽ ലീഗലായി. സുഹൃത്തെ, ഇതൊരു ഷെഡ്യൂൾഡ് പ്രോഗ്രാമാണ്. നമുക്ക് ചോദ്യോത്തരമുള്ള പ്രശ്നമൊന്നുമില്ല. ഈ മയക്കുമരുന്ന് ലീഗലാണെന്ന് എനിക്കറിയില്ല, ഒരിക്കലുമില്ല, അങ്ങനൊന്നുമില്ല. അവിടെ ലീഗലാത്ത അറിയാത്ത കാര്യം എങ്ങനെയാണ് നാട്ടുകാരുടെ റെപ്രസെന്റേറ്റീവ് ആവുന്നത്? ലീഗലാണ്. ഞാൻ പറയട്ടെ, നിങ്ങളെ ബാധിക്കുന്ന സംഭവം അത് ഇതാണ് പ്രശ്നത്തിന്റെ അടിസ്ഥാനം. ഇത് തന്നെയാണ് കഞ്ചാവും പറയുന്ന LSD പറയുന്ന. സൈഫുനിസ അലിയാർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സൈഫുനിസ, ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഈ യുവാവ് എന്തൊക്കെയാ കാര്യങ്ങളാണ് ചോദിക്കുന്നത്? ഒരു ലഹരിക്കെതിരായ പരിപാടിയാണല്ലോ. വിനിൽ, തീർച്ചയായും തൃക്കാക്കരയിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ്. നമുക്കറിയാം, ഒരു IT നഗരമാണ് കൊച്ചി. ഇവിടെ ഒരുപാട് യുവാക്കൾ വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിൽ നിന്ന് വരുന്ന യുവാക്കളുമുണ്ട്. ലഹരിക്ക് കേസുകളും വർദ്ധിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് അലേർട്ട് തൃക്കാക്കര എന്ന പേരിൽ ഒരു പരിപാടി തെളിയിക്കുകയും ഈ തൃക്കാക്കരയിൽ ആകമാനം 5 ലക്ഷം ദീപം തെളിയിക്കാനും തീരുമാനിച്ചു. ഇതിന്റെ പ്രധാനപ്പെട്ട പരിപാടി നടക്കുന്നത് ഈ കാക്കനാട് DLF ഫ്ളാറ്റിലാണ്. ഇവിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CN മോഹനനാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനിടെയാണ് ഒരു യുവാവ് ഈ പരിപാടി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത്. ആംസ്റ്റർഡാമിൽ ഈ ലഹരി നിയമവിധേയമാണ്, അവിടെ എന്തെങ്കിലും കേസുകൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് താങ്കൾക്ക് അറിയാമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അവിടെ കേസ് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ 4 ഉദാഹരണം പറയാമോ എന്ന് പറഞ്ഞു. അതിനുശേഷം സംഘാടകർ ഇടപെട്ട് ഇയാൾ ഇവിടുന്ന് മാറ്റി. പിന്നീട് ഇയാൾ വീണ്ടും വന്ന് ഫിഡൽ കാസ്ട്രോ കഞ്ചാവ് വലിച്ചിട്ടുണ്ട്, പിന്നെന്താണ് പ്രശ്നം, ഇവിടെ ഇന്ത്യയിൽ കഞ്ചാവ് നിയമവിധേയമായിരുന്നു പണ്ട് എന്നൊക്കെ പറയുകയും ഈ പരിപാടി തടസ്സപ്പെടുത്താനൊക്കെ ശ്രമം നടത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെ സംഘാടകർ ഇടപെട്ട് ഇയാളെ ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പരിപാടി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാക്കനാട് DLF ഫ്ളാറ്റിൽ നമുക്കറിയാം ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്ന സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലം പ്രധാനപ്പെട്ട പരിപാടിയായി തീരുമാനിക്കുകയും ചെയ്തത്. ഇവിടെ ഇപ്പോൾ കുട്ടികളടക്കമുള്ളവർ ദീപം തെളിയിച്ച് ലഹരിക്കെതിരായ ഒരു സന്ദേശം നൽകുന്ന പരിപാടി നടക്കുകയാണ്. ഇതിനിടെയാണ് ഇവിടെ നിന്ന് തന്നെ ഒരു യുവാവ്, ഇത് ഫ്ളാറ്റിന് പുറത്തുള്ള ആളെ അതിക്രമിച്ച് കയറിയതാണോ എന്നും വ്യക്തതയില്ല. എന്തായാലും പരിപാടി നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇയാളെ ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട്. സൈഫുനിസ, ഇയാൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ? അങ്ങനെ പോലീസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നോ അവിടെ? ഇവിടെ തൃക്കാക്കര ACP പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇതാരാണ് എന്ന് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവിടുന്ന് സംഘാടകർ ഇടപെട്ട് ഇയാളെ മാറ്റിയിട്ടുണ്ട്. പോലീസും ഇവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇയാളെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുകയും ചെയ്യുന്നു.